ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അമ്മു. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് തിരുവോണ സ്പെഷ്യലായിട്ട് ഒരു പ്രഥമനാണ് കേട്ടോ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ പ്രഥമൻ എന്ന് പറയുന്നത് പല രീതിയിലുള്ള പ്രഥമനോട് ഓണം തയ്യാറാക്കാറുണ്ട്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് പ്രഥമനാണ്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള രുചികരമായിട്ടുള്ള ഈ പ്രഥമൻ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ രുചികരമായിട്ടുള്ള ചെറുപയർ പരിപ്പ് പ്രഥമൻ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ചെറുപയറിൻ്റെ പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു 250 ഗ്രാം എടുത്തിരിക്കുന്നത്. ശർക്കര 400 ഗ്രാമാണ്. പിന്നെ നെയ്യിൽ നമുക്ക് വറുത്ത് കോരാനായിട്ട് തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും പിന്നെ കിസ്മിസും അതുപോലെ അണ്ടിപ്പരിപ്പും വേണം. പിന്നെ എല്ലാം 1/4 ടീസ്പൂൺ വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏലയ്ക്ക ഒരു 8 ഏലയ്ക്ക, ഒരല്പം 1 സ്പൂണ് പഞ്ചസാരയും ഇട്ട് പൊടിച്ചതാണ്. അപ്പോൾ ഏലയ്ക്ക പൊടി വേണം, അതുപോലെ ചുക്കുപൊടി വേണം, അതും 1/4 ടീസ്പൂണാണ്. പിന്നെ വേണ്ടത് ജീരകത്തിൻ്റെ പൊടിയാണ്, അതും 1/4 ടീസ്പൂണ്. അപ്പോൾ ഈ പൊടികൾ മൂന്നും 1/4 ടീസ്പൂൺ വെച്ചിട്ടാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലുമാണ്. 1-ാം പാലാണെങ്കിലാണ് നമ്മൾ ലാസ്റ്റ് എടുക്കേണ്ടത്. നല്ല കട്ടിയുള്ള പാലായിരിക്കണം. പിന്നെ 2-ാം പാൽ എന്ന് പറയുന്നത് ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 2-ാം പാലിൽ നമുക്ക് നമ്മുടെ പ്രഥമൻ നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും വേണം. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങളാണ് രുചികരമായിട്ടുള്ള ഈ ചെറുപയർ പരിപ്പ് പ്രഥമന് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ശർക്കര ഇട്ട് കൊടുത്തു. ഒരല്പം വെള്ളം, ഇതിലിപ്പോൾ കണക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ഒരുപാട് വെള്ളം വേണ്ട, ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അഥവാ വെള്ളം കൂടിപ്പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാരണം ഇതൊന്ന് കൂടിപ്പോയിരുന്നാൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാനുള്ളതാണ്. പരിപ്പിലിട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നന്നായിട്ട് ശർക്കര ഒന്ന് ഉരുക്കി വന്നതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് ഞാൻ ചെറുപയർ പരിപ്പ് ഒന്നിട്ട് കൊടുക്കുകയാണ്. ഇനി പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറിയതായിട്ടൊന്ന് കളറും ചേഞ്ച് ചെയ്താലും മതിയാകും. ഇപ്പോൾ നല്ല മൂക്ക് നമ്മൾ വറുത്തിട്ടുണ്ട്. ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നുണ്ടോ. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ അതേ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി. അപ്പോൾ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ. ഞാൻ ശർക്കര ഉരുക്കി മാറ്റി നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പരിപ്പ് ഞാൻ കഴുകി. ഇനി ഇതിലൽപ്പം വെള്ളം, അതായത് 250 പയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് എത്രത്തോളം വേഗമോ അത്രത്തോളം വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം വീണ്ടും ഒഴിച്ചിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. നമ്മുടെ പരിപ്പ് വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ വെള്ളം വറ്റുന്നത് തോറും നമ്മൾ ഒരല്പം തിളച്ച വെള്ളം ഇതുപോലെ ഒഴിച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഈ പരിപ്പ് വേകുന്ന അനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചൊഴിച്ച് വേവിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് വേവിൽ വേണം നമുക്ക് ഈ പരിപ്പ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കര ചേർത്ത് നന്നായിട്ട് ഇത് ഉരുക്കി എടുക്കണം. അപ്പോൾ ഇതേ നമ്മൾ ശർക്കരയൊക്കെ ചേർത്ത് നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്, നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി അല്പം കൂടെ കുറുകാനുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 2 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് നെയ്യ് ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ കുറുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കരയും നെയ്യും എല്ലാം ചേർന്ന് നന്നായിട്ട് ഉരുകി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. 2-ാം പാല് മുഴുവനായിട്ട് ചേർത്ത് അതുകൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് അതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് 2-ാം പാൽ ഒഴിച്ചു ഏകദേശം നന്നായിട്ട് കുറുകി വന്നു. ഇനി ഈ സമയമാകുമ്പോൾ നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കയും അതുപോലെ പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്. പിന്നെ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ചുക്കുപൊടി. അപ്പോൾ ഇതെല്ലാം ഓരോ 1/4 ടീസ്പൂൺ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ കുറുക്കിയെടുക്കാം. പൊടികൾ ചേർത്തിട്ട് ഒരല്പ സമയം കൂടെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1-ാം പാല് ചേർത്താൽ മതിയാകും. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം ഞാൻ നെയ്യിട്ട് കൊടുത്തു. നെയ്യിട്ട് നമുക്ക് ആദ്യം തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങ മൂപ്പിച്ചെടുത്തതിന് ശേഷം കിസ്മിസും അണ്ടിപ്പരിപ്പും മൂപ്പിച്ചെടുക്കാൻ മതിയാകും. നെയ്യിലേക്ക് തേങ്ങ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങാക്കൊത്തും എല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഒന്നാം പാൽ കൂടെ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതിയാകും. ആ അടുപ്പിൽ തന്നെ ഇരുന്ന് ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ ഈ പാലിൻ്റെ ടേസ്റ്റും അതുപോലെ ശർക്കര എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, കണ്ടല്ലോ എത്ര പെട്ടെന്നാണ് രുചികരമായിട്ടുള്ള ഒരു പ്രഥമൻ നമ്മൾ തയ്യാറാക്കിയത്. പ്രത്യേകിച്ച് ഈ ചെറുപയർ പരിപ്പ് പ്രഥമൻ വളരെയധികം ഫേമസ് ആണ് കേട്ടോ. ഏറ്റവും ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറും ചെയ്യുക. മറക്കാതെ ബെല്ലൈക്കൻ അമർത്തിയെങ്കിൽ എൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് സമയത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി ഈ വർഷത്തെ തിരുവോണം എല്ലാവർക്കും അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. അപ്പോൾ അടുത്ത മനോഹരമായ മറ്റു റെസിപ്പിയുമായി കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.